ഇറാൻ അയച്ച ഡ്രോണുകളെയെല്ലാം നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. പക്ഷേ ഇത് ഇസ്രായേൽ ഒറ്റയ്ക്കല്ല ചെയ്തത്. പല രാജ്യങ്ങളുടെ സഹായം ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. UK, അമേരിക്ക, ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ, എന്തിന് സൗദി അറേബ്യ പോലും ഇസ്രായേലിലേക്ക് ഈ ഡ്രോണുകളൊന്നും കടക്കാതെ തടഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2-ൽ എങ്ങനെ ചില രാജ്യങ്ങൾ ഇറാനെതിരെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ ഇത്തവണയും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്ജിദിൽ റെഡ് ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്. റെഡ് ഫ്ലാഗ് ഉയർത്തിയെന്നാൽ അതിന്റെ അർത്ഥം റിവെഞ്ച് മോഡ് എന്നാണ്. അപ്പോൾ റിവെഞ്ച് മോഡിൽ എന്ത് ചെയ്യാനാണ് ഇറാൻ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഇറാനിൽ ഇത്ര വലിയൊരു ആക്രമണം ഇസ്രായേൽ എങ്ങനെ നടത്തി? ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കറിയാം. ഇത് ഇറാൻ വേഴ്സസ് ഇസ്രായേൽ പ്രശ്നത്തിന്റെ 3-ാം ഭാഗം. ജിംഗ്രാൻ മോസ്ക് എന്ന അവരുടെ മസ്ജിദിൽ ഇറാൻ റെഡ് ഫ്ലാഗ് ഉയർത്തിയിരിക്കുകയാണ്. ഈ ഒരു മസ്ജിദിൽ റെഡ് ഫ്ലാഗ് ഉയർത്തിയാൽ ഇറാൻ ഒരു പ്രതികാരം വീട്ടാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇറാൻ ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ ഡ്രോൺസ് അതിനെ തടഞ്ഞു എന്ന് ഇസ്രായേൽ ഒരു അറിയിപ്പ് കൊടുത്തു. എല്ലാം ആദ്യഘട്ടത്തിൽ സംഭവിച്ചതാണ്. 2-ാം വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചില പ്രധാനപ്പെട്ട നേതാക്കളെ ഇറാൻ നഷ്ടപ്പെടുത്തിയെന്ന്. ഇതിനകം ഇറാൻ വാക്കുകൾ കൊണ്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പലരും പറയുന്ന ഒരു അഭിപ്രായമാണ്. ഇതിനകം തന്നെ ഇറാനെ കുറിച്ച് അവർ വാക്കുകൾ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ, അവർക്ക് പ്രവർത്തിച്ചു കാണിക്കാനൊന്നും അറിയില്ല എന്നുള്ളത് പൊതുവെയുള്ള ഒരു അഭിപ്രായമാണ്. സത്യത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുമുള്ളത്. ഇസ്രായേൽ, ഇറാൻ എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യം, അതിനേക്കാൾ 8-10 മടങ്ങ് വലുതാണ് ഇറാൻ. അങ്ങനെ ആയിട്ട് കൂടിയും ഇറാനെ ഇസ്രായേൽ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന് അണുവായുധങ്ങൾ ലഭിക്കാൻ പാടില്ല. 9 അണുവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ടെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. അതേ നെതന്യാഹു തന്നെയാണ് പറഞ്ഞത്. ടൺ കണക്കിന് എക്സ്പ്ലോസീവ്സ് ഒരു രാജ്യം ദിനം പ്രതി ഇമ്പോർട്ട് ചെയ്യുകയാണ്, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ ആ രാജ്യത്തിന് വലിയ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഞങ്ങൾ അവിടെ തടഞ്ഞുവെന്ന്. അവിടെയും ഇറാനെതിരെയുള്ള ഒരു നിലപാടായിരുന്നു ഇസ്രായേൽ എടുത്തത്. അതേ വീഡിയോയിൽ നെതന്യാഹു മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു. ധീരരായ ഇറാൻ ജനതകളെ, ഈ യുദ്ധം നിങ്ങൾക്കെതിരെ അല്ല. കഴിഞ്ഞ 46 വർഷമായി നിങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടത്തിനെതിരെയാണ് ഈ പോരാട്ടം. ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് 46 വർഷത്തെ കഷ്ടത്തിന് വിമോചനം ലഭിക്കും. ഇറാൻ പരാജയപ്പെടുകയും ഇസ്രായേൽ വിജയിക്കുകയും ചെയ്യും. ഇറാനിലെ ജനതകൾ ഇതിൽ ഒരുപാട് സന്തോഷിക്കുമെന്നും നെതന്യാഹു അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ സ്പീച്ചിൽ പറഞ്ഞിരുന്നു. ശരി, ഇറാന് എതിരെ ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ ഒരു ഫോട്ടോ മാത്രമായിരിക്കും നിങ്ങൾ കണ്ടത്. പക്ഷെ നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെട്ടല്ലോ. അപ്പൊ പിന്നെ എവിടെയെല്ലാം ആക്രമണം നടന്നു, എങ്ങനെയെല്ലാം ആക്രമണം നടന്നു എന്ന് കാണിക്കുന്ന ഫോട്ടോസും വേണമല്ലോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ഇതിൽ ഇവർ അംഗമാണ്. ഈ ഒരു ഓർഗനൈസേഷനിൽ ഇവർ മെമ്പർ ആയതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഡിഫൻസ് ട്രീറ്റി എന്നതിൽ ചൈനയുമായും റഷ്യയുമായും ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ ചൈനയും റഷ്യയും ഇതിൽ ഇടപെടുമോ എന്നുള്ളതാണ് ആഗോളതലത്തിൽ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ചൈന ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ മാനവികത ഇല്ലാത്തത് എന്നൊരു അഭിപ്രായം മാത്രമേ നൽകിയിട്ടുള്ളൂ. റഷ്യ ഇതുവരെയും വലിയ പ്രതികരണങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷെ അവരുടെ മാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെ ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുടിൻ ഇതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തെ പോലും നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ തുടങ്ങുകയാണ്. ഇറാനുമായുള്ള ഒരു ചർച്ച ഇപ്പോഴും നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കരുനീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു കവേർഡ് ഓപ്പറേഷനാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കവേർഡ് ഓപ്പറേഷൻ എന്നത് എങ്ങനെ ചെയ്തു എന്നതിന്റെ ഒരു വിശദീകരണം അവർ നൽകി. ഇതിൽ പ്രധാനമായി മൊസാദിന്റെ കമാൻഡോ യൂണിറ്റ് വർക്കായിട്ടുണ്ട്. ആദ്യമായി, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഇറാനുള്ളിൽ ഒരുപാട് എക്സ്പ്ലോസീവ്സ് ഇവർ കൊണ്ടുപോയി മറച്ചുവെച്ചു. എങ്ങനെയാണോ റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ ചെയ്തത്, അതുപോലെ മൊസാദ് ഇറാനുള്ളിൽ ഒരുപാട് സ്ഫോടക വസ്തുക്കൾ മറച്ചുവെച്ചു. അവിടെയുള്ള സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, ആ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിൽ ഇതെല്ലാം നിറച്ചുവെച്ചു. ഇങ്ങനെ നിറച്ചു വെച്ചതിനെ പൊട്ടിത്തെറിപ്പിക്കാനായിട്ടുള്ള റിമോട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ആദ്യത്തെ സ്റ്റേജ് ആണ്. അടുത്ത 2ാമത്തെ സ്റ്റേജ്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസ് എല്ലാം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കൊണ്ടുവന്ന് ആ സ്ഥലങ്ങളിലെല്ലാം വച്ചിരുന്നു. എന്നാൽ സെക്കൻഡ് സ്റ്റേജിനെ സംബന്ധിച്ച് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ എങ്ങനെ നശിപ്പിക്കാം, അതിനെ നശിപ്പിക്കാനായി അടുത്ത ഘട്ട മിസൈൽസ് എവിടെയെല്ലാം വയ്ക്കാം, ഇതിനായി സെൻട്രൽ ഇറാനിലുള്ള പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള എക്സ്പ്ലോസീവ് ഗൈഡഡ് മിസൈൽസ് എല്ലാം സെറ്റ് ചെയ്തു. 3ാമത്തെ സ്റ്റേജ്. ഇതിൽ മൊസാദ് ചെയ്തതെല്ലാം ഈ സർഫസ് ടു മിസൈൽ ലോഞ്ചേഴ്സിന്റെ പക്കൽ
എക്സ്പ്ലോസീവ്സ് ഡ്രോൺസ് എല്ലാം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ മൊസാദിന്റെ എല്ലാ സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻസും അവിടെ അവസാനിച്ചു. കമാൻഡോ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ച ഉടനെ ഈ മെസ്സേജ് നേരെ ഇസ്രായേലിന്റെ IDF-ന് നൽകുന്നു. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ്, അവരുടെ വ്യോമസേന ഏകദേശം 100-ലധികം വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ചെയ്തത്. ആ വ്യോമസേന ഇറാനെതിരെയുള്ള ആക്രമണം ചെയ്യുമ്പോൾ ഇവർ മറച്ചു വച്ചിരിക്കുന്ന ഈ പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രോൺസ്, ഇവയെല്ലാം എവിടെ ചെന്ന് ആക്രമിക്കണം എന്നുള്ളത് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. സർഫസ് ടു എയർ മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിന്റെ വിമാനം ഇറാനുള്ളിലേക്ക് വരുമ്പോൾ ഈ മിസൈൽസ് എല്ലാം ചീറിപ്പായണം. അങ്ങനെ ആ മിസൈൽസ് ചീറിപ്പായുന്നതിന് മുൻപ് തന്നെ അവരുടെ പക്കൽ ഈ മൊസാദ് വെച്ചിരുന്ന ഗൈഡഡ് മിസൈൽസ്, സർഫസ് ടു എയർ മിസൈൽ ബാറ്ററീസിനെ എല്ലാം നശിപ്പിച്ചു. അതുപോലെ ചില റഡാർ സ്റ്റേഷൻസിനെയും നശിപ്പിച്ചു. ഇങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊത്തമായി ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ നശിപ്പിക്കുന്നതിനുള്ള സെക്കൻഡ് സ്റ്റേജ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിനെയും നശിപ്പിച്ചു. മൂന്നാമത്തെ സ്റ്റേജിലാണ് ഡ്രോൺസ് അയക്കുന്നത്. ഈ ഡ്രോൺസ് ചെയ്യുന്നത് ബാക്കിയുള്ള മിസൈൽസുകളെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഇറാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ അവിടെ ചെന്നൊരു സ്വീസൈഡ് ഡ്രോണായി പ്രവർത്തിക്കുക, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവയെല്ലാം ഇറാനുള്ളിൽ തന്നെയാണ് ഈ മൊസാദ് കമാൻഡോ യൂണിറ്റ്സ് ചെയ്തു വെച്ചത്. ഈ ഓപ്പറേഷൻസ് എല്ലാം കൃത്യമായി സംഭവിച്ചത് കൊണ്ടാണ് ഇസ്രായേലിനെ കൊണ്ട് 240-ലധികം ടാർഗറ്റ്സിനെ നശിപ്പിക്കാൻ സാധിച്ചത്. അതും പ്രിസൈസ് ആയി തന്നെ നശിപ്പിക്കാൻ സാധിച്ചു. ഇവിടെ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അവരുടെ സൈനികരും അവരുടെ വ്യോമസേന വിമാനങ്ങളും എല്ലാം തിരികെ ഇസ്രായേലിലേക്ക് തിരികെ വരികയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിന് 0 കാഷ്വാലിറ്റി. എന്നാൽ അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര പേർ മരിച്ചു എന്നുള്ള കണക്ക് ഒഫീഷ്യലായി ഇപ്പോഴും ഇറാൻ അറിയിച്ചിട്ടില്ല. ഒരുപാട് നേതാക്കന്മാരെ ഇറാൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരെയും വലിയ വാർത്തയായി സംസാരിക്കുന്നത്. ബ്ലഡ് ഫോർ ബ്ലഡ് എന്ന് ഇറാന്റെ ഒരു അറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. നമ്മളിപ്പോഴും തുടങ്ങിയിട്ടില്ല എന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ഇറാന്റെ ഈ 2 അറിയിപ്പും തീർച്ചയായും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടർച്ചയായി ചെയ്യും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇറാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇതാണ് നമുക്കറിയാത്തത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇറാനും ഇസ്രായേലും ഇടയിൽ മാത്രമല്ലേ സംഘർഷം. മിഡിൽ ഈസ്റ്റിൽ ഇത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ, ഇത് കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരില്ലല്ലോ എന്ന് ചോദിച്ചാൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം ഉണ്ടായാലും ഇല്ലെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം വന്നാൽ അത് മുഴുവൻ ലോകത്തിന് തന്നെ ഒരു വലിയ ശാപമായി മാറും. ആ ശാപം നമ്മൾ താങ്ങിയേ മതിയാകൂ. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അവിടെ തകിടം മറിയാൻ തുടങ്ങും. നമ്മുടെ ജീവിത മാർഗം അല്ലെങ്കിൽ ദൈനംദിനമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പച്ചക്കറികളുടെ വില എല്ലാം ഉയരാൻ തുടങ്ങും. വിലക്കയറ്റം അധികമാകും. കാത്തിരിക്കാം അടുത്തടുത്ത ഭാഗത്തിലൂടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.